നീ കുളിക്കാനുള്ള സമയമൊന്നുമില്ല. എന്ത് കുളി? ഡ്രസ്സ് മാറി ഇറങ്ങി മാടാർക്കാ കളിക്കണോ നീ? ചേട്ടാ അവനെ പിടിച്ചിരുന്നോ? അവനെ പിടിച്ചോ. അതെ കയ്യൊക്കെ പൊക്കി കാണിക്കോളാ. ഞാനിപ്പോൾ തട്ടി വീണേ ഈ സാധനത്തിനകത്ത്. വീഡിയോ പിടിച്ചു വന്നിട്ട് ഇവിടെ ഒരു കമ്പി വലിച്ചു കെട്ടി വെച്ചോളൂ. വണ്ടാരിപ്പോൾ പിടതടിച്ച് വീണേരെ. തമാശ കളിക്കില്ല. ഹേ ഹലോ മച്ചമീസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അത് മാത്രമല്ല എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ആണ്. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നല്ല പട്ടി പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. നമുക്കങ്ങനെ വിഷു ആയിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടീസും കാര്യങ്ങളൊന്നും ഇല്ല. അത് മാത്രമല്ല നമ്മുടെ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടും കറങ്ങാനും പോകാൻ പറ്റാണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ആദ്യം വിളിച്ചിട്ട്, അളിയാ ഇവിടെ ഒരു തൂക്കുവാലമുണ്ട്, തൂക്കുവാലം കാണാനായിട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഈ ഇപ്പോൾ ഒരു വെയിലൊക്കെ ആണല്ലോ, ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ, അളിയാ പോകണോ, നല്ല വെയിലാണ്, ബൈക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങി പോവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മടി കാണിച്ചപ്പോൾ അവൻ പറഞ്ഞാടാ വാ, ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഞാൻ പോവും, ആരെയും നോക്കത്തില്ല, ഞാൻ തന്നെ പോകുന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചു അവൻ്റെ അടുത്ത്. അപ്പോൾ എങ്കിലും മനസ്സോടെയാടാ ഞാൻ നോക്കട്ടെ, വരാൻ പറ്റുവാണെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കോള് കട്ട് ചെയ്തു. ആ കോള് കട്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ വേറൊരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളിനെ എന്നെ വിളിച്ചിട്ട്, എടാ അളിയാ ഇവിടെ ഒരു തൂക്കുവാലം ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ പോയാലോ എന്നും പറഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, എടാ ഇവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ തൂക്കുവാലം കാണാൻ പോകണോ, ഈ വെയിലൊക്കെ അല്ലേ, വേണ്ട അളിയാ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മടി പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞാടാ വാ പോവാം. ഞാൻ പറഞ്ഞു, എൻ്റെ അളിയ പൈസ ഒന്നും ഇല്ലളിയാ, പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലളിയാ, അതുകൊണ്ട് പോകണോ, ഞാൻ വന്നില്ലളിയാ, നിങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അളി ചാടി എൻ്റെ അടുത്ത് അക്കൗണ്ടിലേക്ക് ഒരു 200 ഇട്ട് തന്നിട്ട്, പെട്രോൾ അടിക്കാനുള്ള പൈസ ഇട്ടിട്ടുണ്ട്, നീ വണ്ടി എടുത്ത് പോയേക്കാം, അവനെ വിളിക്കുന്നു പറഞ്ഞു. സോ അങ്ങനെ ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവന് റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിമംഗലത്ത് ഒരു തൂക്കുപാലമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ഇഞ്ചത്തൊട്ടി തൂക്കുപാലല്ല, അതല്ലാണ്ട് ഒരുപാട് പബ്ലിസിറ്റി ഒന്നും ആവാത്ത ഒരു ചെറിയൊരു തൂക്കുപാലം കൂടി ഉണ്ട്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി ഇടവഴിയിലൂടെയൊക്കെ കയറി കുറേ വീടിൻ്റെ മുറ്റത്തേക്കിടെയൊക്കെ കയറി അങ്ങോട്ട് പോകണം. ഇപ്പോഴും കറക്റ്റായിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു റീലും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഇങ്ങനെയുള്ളൊരു തൂക്കുപാലം നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ തന്നെ അറിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു വെയിലത്ത് ചെന്നിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷേ എങ്കിൽ പോലും വിഷുവൊക്കെ അല്ലേ, വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാണിക്കാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോയതായിട്ട് കാണിക്കണ്ടേ. അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. വണ്ടിയിൽ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇവിടെ എന്താ ഇറങ്ങി വരാനൊരു മടി. യു ആർ ഓൺ ലൈവ്. അതിലടച്ചടക്കി ഓടിയല്ലോ. എന്നാടാ സവാനെ, ഇവിടെ ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങി വാടാ. മാമനൊക്കെ ഇപ്പൊ വരും ബൈക്കിന്. ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയില്ല. നീ വാ, നീ എന്നെ വിളിച്ചു വരുത്തേക്കണേ. അവന്മാരിപ്പൊ തന്നെ വരും. സിനിമ ഒന്നും കാണാനുള്ള, അങ്ങോട്ട് പോവാ, ഇറങ്ങി വാ. നീ എന്നെ ഫോൺ വിളിച്ച് ആദ്യം പ്രലോഭിപ്പിച്ചേ. മര്യാദക്ക് വീട്ടിൽ അടങ്ങി ഒതുക്കി കിടന്ന ഞാനാ. മര്യാദക്ക് ഇറങ്ങി വന്നോണം, കലാവാവല്ലേ. നീ കുളിക്കാനുള്ള സമയമൊന്നുമില്ല. എന്ത് കുളി? ഡ്രസ്സ് മാറി ഇറങ്ങി മാടാർക്കാ കളിക്കണോ നീ? എടാ എവിടെയാടാ? എന്നാ പരിപാടി? എന്നാ ബൈക്ക് എടുത്തിട്ട് വാ, നമുക്ക് ചുമ്മാ നേരുമുഖലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാനിപ്പോ സെബാന്റെ വീട്ടിലുണ്ട്. ഞാൻ സെബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. കുട്ടിമാമന്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്. പിന്നെ നീയും വാ, ബൈക്ക് എടുത്തിട്ട് വാ. നമുക്ക് അവിടെ ഒരു തൂക്കുവാലം ഉണ്ട്. എന്നാ നേരെ വെളിച്ചെണ്ണ കണ്ടത്തിന് പോരാട്ടോ. ഞങ്ങള് താഴെ റോഡിലുണ്ടാവും. ഓക്കേ. അവനിപ്പോ തന്നെ വരും. ഇവർ ഇത്ര ഫാസ്റ്റ് ആയിരുന്നോ? എന്തായാലും കൊള്ളാം. നമുക്ക് താഴോട്ട് ഇറങ്ങിയെന്നാലോ? ഇവിടെ നല്ല ചൂടാ, താഴെ ഇച്ചിരി തണലല്ലേ. വാടാ. ഓ വണ്ടിയൊക്കെ പഠിച്ചു. ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് ഇല്ലാണ്ട് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകില്ല. കയറുമോനെ. അപ്പോൾ ലെറ്റ്സ് ഗോ. കയറി. നീ വണ്ടി തിരിച്ചിട്ട് കയറിയതേ. എടാ പയ്യെ കൊണ്ടുപോയാൽ കേട്ടോ, എനിക്കതാ പേടി. ഓക്കെ കുഴപ്പമില്ല. എനിക്ക് ഇരിക്കട്ടെടാ. ചേട്ടാ അവനെ പിടിച്ചോ. അതെ കയ്യൊക്കെ പൊക്കി കാണിക്കോളാ. വേറെ സീനൊന്നുമല്ല. നമ്മളിവിടെ നിന്ന സമയത്ത് ആ ചേട്ടനൊന്ന് കയറ്റി വിടാവോ, നടന്നു പോകാൻ പറ്റത്തില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. പക്ഷെ എനിക്ക് പേടിയായി ഇതുപോലെ പ്രായമായവരെ എൻ്റെ ബൈക്കിൽ കയറ്റാനായിട്ട്. വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല. ഇനി എങ്ങാനും ഓക്കെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോപ്പിക്ക് ചേഞ്ച്. അപ്പോൾ നമ്മൾ ആ മേളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ജസ്റ്റ് തണലൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോൾ വേണേലും ഇനി അവന്മാർ വരാം. എവിടെയാടാ? നീ എവിടെയാ? ഞങ്ങളെവിടെയാ? നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താടാ കണ്ടുപിടിക്കടാ. എടാ ഞങ്ങള് നേരെ താഴെ മെയിൻ റോഡിന്റെ സൈഡിൽ ഇപ്പൊ ഉണ്ട്. എടാ അരുണും വരുന്നുണ്ട്. ആ അച്ഛനായി ഇപ്പൊ വരും. വെയിറ്റിംഗ് ഫോർ ഹിം. യു കം ഫാസ്റ്റ്. മാസ് എൻട്രി. മാമൻ എവിടാ നിന്റെ ഹെൽമെറ്റ്? ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് വന്നോളാ. അടിപൊളിയായി പോലും പരിപാടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താടി പഠിക്കണം. ആ മര്യാദ വെട്ടിക്കോളാം. ഇവിടെ
തിരിച്ചറിയാൻ പറഞ്ഞത്. എടാ നീ താടി പഠിച്ചോണ്ടാ മര്യാദയ്ക്ക് ഉള്ള കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരം താടിയില്ലേ ഇത്ര. വണ്ടി കയറി സമയം അങ്ങോട്ട് പോകണ്ട. അവിടെ മറ്റൊരു സർവീസ് സെന്റർ എടാ അവന് സ്ഥലം അറിയാം. ഇല്ലോടൊന്നും പോടേ. ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് പോടാ. എടാ വെള്ളം എന്തെങ്കിലും മേടിച്ചോണ്ട് വേണ്ടേ പോവാൻ, അല്ലെങ്കിൽ ചാവും. അത് എവിടെയെങ്കിലും നിർത്താം. വെള്ളം മേടിക്കണോട്ടോ. ചൂടെടുത്തിട്ട് എന്റെ കാലൊക്കെ പൊള്ളണു. ഞാൻ ഹെൽമെറ്റിന്റെ ഗൂഗിൾസും കൂടി വെച്ചു. എന്റെ മുന്നേ ചൂടടിച്ചിട്ട് എന്റെ കണ്ണൊക്കെ വേദനെടുക്കണം. എടാ ഇവിടുന്ന് വെള്ളം മേടിച്ചിട്ട് വേണ്ടേ പോവാൻ. ഇവിടെ ബേക്കറി കൊണ്ട് നിർത്താൻ. അവനൊക്കെ വിട്ടു പോയോടാ. അവരൊക്കെ എന്ത് പോകാം. പോണേലേ 2 രൂപ വെള്ളം മേടിക്കട്ടോ. എടാ ഇവിടെ ബേക്കറി ഹോട്ടലൊന്നും ഇല്ലേ കണ്ടാരാ. ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് മേടിക്കണം. അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ അടച്ചിട്ടേക്കാണെങ്കിലോ. തണുത്ത മേടിക്കാം. തണുത്ത വേണമെന്നോ. 2 ലിറ്റർ മേടിച്ചായി. അയ്യോ ചൂടെടുത്തിട്ട് രക്ഷയില്ല കേട്ടോ. കേസ് നമ്മളങ്ങനെ നേരിമംഗലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വഴി കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ഏകദേശം 5-10 കിലോമീറ്റർ മേളിലുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഉൾറോട്ടിലോട്ട് കയറിയിട്ടാണ്, മെയിൻ റോട്ടിലല്ല. മെയിൻ റോട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പറയണായിട്ട്. കറക്റ്റായിട്ട് ഇവിടെ എനിക്കും അറിയത്തില്ല, അവനും അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് കണ്ടിട്ടുള്ള ഒരു ആവേശത്തിന് പുറത്ത് ചാടി വന്നേക്കുന്നതാണ്. ഇനിയിപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ പൊരി വെയിലും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ പെട്ടുപോകും. അത് ധാരാളം. കയറിക്കോ. നമ്മുടെ മുമ്പ് പോയേക്കണ അവന്മാർക്കേ വഴി അറിയില്ലല്ലോ. ഒറ്റണത്തിന് വഴി അറിയാൻ പാടില്ല. അതെല്ലാം നന്നായി. എവിടെയെങ്കിലൊക്കെ പോയി നിന്നോളുമായിരിക്കും. ഇതല്ലേ ക്യാമറ പറക്കല്ലാന്നാണ് മാമൻ പറയണത്. മാമൻ ഡെയിലി ഇവിടെ വണ്ടി ഓടണല്ലേ. ഇതാണ് നമ്മുടെ നേരിമംഗലം ഇടുക്കി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. നേരിമംഗലം പാലം നല്ല ഫേമസ് പാലാണ്. ഇഷ്ടംപോലെ ആളുകളുടെ വീഡിയോസിൽ, ഇടുക്കി ബേസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുടെ വീഡിയോസിൽ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പാലാണിത്. ഇനി അങ്ങോട്ടേക്ക് ഇത്ര വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ ഇടുക്കി ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും എന്ന് വിശ്വസിക്കാം. അയ്യോ പോലീസ് കിടപ്പുണ്ടല്ലോ. അവരെ പൊക്കിയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. ഇതാണോ വഴി? അയ്യോ പുറകിൽ വണ്ടി ഉണ്ടോടാ. അവന്മാര് പോലീസിന്റെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ അവിടെ നിൽക്കുവാണോ? ചേട്ടാ ഈ കാഞ്ഞിരവേലി റൂട്ട് ഇതാണോ? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് ഇതാണ്. നമുക്ക് താഴത്തോട്ട് പോയി നിൽക്കാം. അവിടെ വേണമെങ്കിൽ വണ്ടി നിർത്തി 2 മിനിറ്റ് നിൽക്കാമല്ലോ. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് തന്നെ. എന്താവോ എന്തോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 9 കിലോമീറ്ററോ 10 കിലോമീറ്ററോ? 9 കിലോമീറ്റർ അല്ലേ. എവിടെ ആർന്നടാ നീയൊക്കെ? ചാടി വെള്ളം കിടത്തേക്കോട്ടല്ലേ. ചവിട്ട്. ഇതിനാണ് ചവിട്ട് എന്ന് പറയണേ അല്ലടാ. ഞാൻ മറിഞ്ഞാടി. വണ്ടി ഇപ്പോൾ മറിഞ്ഞാടിയെന്ന് വിചാരിച്ചു. എടാ ഞങ്ങളെ ചവിട്ടിയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളുടെ വെള്ളം മേടിച്ച് കുടിക്കണോടാ. ഞാൻ പ്രാകും. അവിടെ കടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പോട്ടെ. അയ്യോ കിടില റോഡാണല്ലോ. പറഞ്ഞു തീർന്നില്ല അപ്പത്തേനും ചപ്പാത്ത്. ഇത് മറ്റേ മാമലക്കണ്ടൊക്കെ പോണ വഴി ഉണ്ടല്ലോ. ഇതോടെ റോഡ് ഇങ്ങനെയൊക്കെ കിടക്കണേ. ഇതിന്റെ മറ്റേ സ്റ്റിച്ചിട്ട് വെച്ചേക്കണം. റോഡിലെന്താ സ്റ്റിച്ചിട്ട് വെച്ചേക്കണം. എന്റെടാ മോനെ ഏതാ സ്വർഗത്തിലോട്ട് വന്ന പോലെ ഉണ്ടല്ലോ. കിടിലൻ സ്പോട്ട്. ചേട്ടാ ഇവിടെ തൂക്കുവാല എവിടെ കേട്ടോ ഉള്ളേ? 5 കിലോമീറ്ററാ? ഓക്കെ താങ്ക് യു ചേട്ടാ. ശരി. അമ്പോ ആടാ ഇവിടെ വെള്ളമൊക്കെ ഉള്ള സമയത്ത് അടിപൊളിയായിരിക്കും അല്ലേ. അയ്യോ ഒന്നും പറയല്ല. കിട്ടില്ല പ്ലേസ്. ആദ്യമായിട്ടാണ് ആടാ മഴക്കാലത്ത് എന്തായാലും ഇവിടെ വന്നോ. നമ്മുടെ നാട്ടിൽ ഇത്രയും പൊളി സ്ഥലം. അപ്പോൾ ഇവിടെ തന്നെ 5 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റോഡ് തീരുമെന്നാണ് പറയണത്. അപ്പോൾ ആ റോഡ് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു വീഡിയോയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഓഫ് റോഡൊക്കെ അടിച്ച് നമുക്ക് നേരെ ഇനി തൂക്കുപാലത്തിലോട്ട് പോവാം. എന്നാലും നമ്മൾ വഴി തെറ്റിയിട്ടില്ല. എല്ലാം കണ്ടറിയാതാവുന്നു. അങ്ങനെ നമ്മൾ റോഡ് തീർന്നെത്തിയിട്ടുണ്ട്. ഇതേ കാണാൻ ബോർഡ് വെച്ചിട്ടുണ്ടോ? കാഞ്ഞിരവേലി തൂക്കുപാലം. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വഴി. മരവറ്റ എടാ ഇത് ബസ് സ്റ്റാൻഡാണോ? ഇത് ബസ് സ്റ്റാൻഡാടാ. ഇവിടെ ബസ് നിർത്തണേ. ഇത്ര ഉള്ളൂല്ലേ സ്ഥലം ഇവിടെ. മഴ ഇതാ വഴി. ബൈക്ക് ഇറങ്ങി പോകും. എന്തായാലും നിങ്ങൾ ഫ്രണ്ടിൽ പോക്കോ, ഞാൻ ബാക്കിൽ വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ വരാം. ഇതാട്ടോ വഴി. ആ വഴി പോകണം. ആർക്കും അറിയത്തില്ല. ധൈര്യമായിട്ട് നോക്കോ. ഞങ്ങൾ മറിഞ്ഞ പറഞ്ഞാൽ ആരും കാണണ്ട. അയ്യോ ശരിക്കും ഓഫ് റോഡാണല്ലോ കളിയാ. ഒരാവേശത്തിന്റെ പുറത്ത് വന്നതാണ്. ഇവിടെ തൊട്ടടുത്താണെന്ന് തോന്നണളിയാ തൂക്കുപാലം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോയിൽ കണ്ട ഈ 1-2 വീട് മാത്രമേ അവർ കാണിച്ചോളൂ. അപ്പോൾ എൻ്റെ നിഗമനം ശരിയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത തൂക്കുപാലമുണ്ട്. കണ്ടിട്ട് വലിയ കലാപം തോന്നല്ല. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. എടാ ഇവിടെ വരെ ഉള്ളൂ എന്ന് തോന്നണോട്ടോ വണ്ടിയുടെ. അതെ തൂക്കുപാലം എത്തിയില്ല നമ്മൾ ഇതിലോട്ടുന്ന്. എടാ ഏതൊരു വീടിൻ്റെ പാർക്കിംഗ് ആണോ അത്? മാറടാ. ഇത് കറക്റ്റ് വഴിയിലായി പോയല്ലോളിയാ. വണ്ടി ഇങ്ങനെ ഇരിക്കത്തില്ല. വണ്ടി തിരിച്ചു വെക്കാം. അങ്ങോട്ട് തന്നെ ഒതുക്കി വയ്ക്കാം അല്ലേ. ഫൈനലി നമ്മൾ തൂക്കുപാലത്തിലെത്തി പോയി. വണ്ടി അവിടെ ഇരിക്കട്ടെ. അയ്യോ ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്ന വണ്ടിയല്ല കേട്ടോ. പാലം കാണുന്നുണ്ടോ? എടാ അവനെന്തേടാ കുട്ടിമാമൻ എന്തേടാ? അവൻ ആവേശത്തിന്റെ പുറത്തേടി അതിനകത്ത് കയറിയിട്ടാ പാലം മറക്കരുതെന്ന് പറയട്ടോ. ദേ അഭ്യാസം കിടന്ന് കാണിക്കണം അവിടെ കിടന്നിട്ട്. ഞാനിപ്പോൾ തട്ടി വീണേ ഈ സാധനത്തിനകത്ത്. വീഡിയോ പിടിച്ചു വന്നിട്ട് ഇവിടെ ഒരു കമ്പി വലിച്ചു കെട്ടി വെച്ചോളൂ. വണ്ടാരിപ്പോൾ പിടതടിച്ച് വീണേരെ. അയ്യോ കിടിലല്ലേ. എടാ വണ്ടിയുടെ താക്കോല് താഴെ ചാടിപ്പോട്ട് നോക്കണം കേട്ടോ. എടാ ആടുന്നുണ്ടല്ലോടാ. നിങ്ങളിട്ട് ആട്ടല്ലേടാ.
എൻ്റെ മോനെ കിടിലം തൂക്കമാലല്ലേ. ഇഞ്ചത്തൊട്ടിക്ക് കുറച്ച് നീട്ടം കൂടുതലുണ്ട്. പിന്നെ അവിടെ ഫേമസ് ആണ്, അവിടെ എപ്പോഴും എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇവിടെയാണ് ഒരു മനുഷ്യൻ പോലും ഇല്ല. എൻ്റെ മോനെ കിടിലം വ്യൂ. ഇവിടെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വലിയ കലാപമില്ലാത്ത ക്ലൈമറ്റും അത്യാവശ്യം ചെറിയ രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. പിന്നെ ഇവിടെ പുഴയിൽ വെള്ളമൊക്കെ ഇറങ്ങി കിടക്കുക, വെള്ളമൊന്നുമില്ല. എടത് എങ്ങോട്ടുള്ള ക്രോസിംഗ് ആണ് അത്? നേരുമംഗല സൈഡിലോട്ട് തന്നെയല്ലേ നീ ആടണേ? അതായത് ഇടുക്കി റൂട്ടിൽ ചെന്ന് ആടൂലേ ഇത്? ശരിയാ, ഇടുക്കി റൂട്ടിലോട്ടാണ് നീ ആടണേന്ന് തോന്നുന്നത്. എന്താടാ ഇച്ചിരി പഴയ പാലാന്ന് പറഞ്ഞ ഒടിഞ്ഞൊന്നും ചാടില്ലടാവേ. ആടാ ഇവിടെ ഇട്ട് ആട്ടിന് നാട്ടുകാരെ തെറിയൊക്കെ കേട്ട് അലമ്പുണ്ടാക്കല്ലേ അവരിറങ്ങി പോട്ടെ. ആ ഈ പാലത്തിനകത്തുള്ള ചേട്ടന്മാർ പോട്ടെ, എന്നിട്ട് നീ അലമ്പുണ്ടാക്കിയോ. ഇനി അവർ നാട്ടുകാരായിരിക്കും പിടിച്ചില്ല ഇടിയും വെച്ച് തന്നു കഴിഞ്ഞാൽ നിന്ന് കൊള്ളേണ്ടവര്. അതെ എടാ, നല്ല കിടില സ്പോട്ടില് വന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ പാറക്കെട്ടൊക്കെ? അവിടെ വെള്ളമൊക്കെ ഉള്ള സമയമാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതെ, കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളി കുളിക്കടവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. നൈസായിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ചാടി തണുപ്പിച്ചിട്ട് പോകാറുന്നു. തോർത്തൊന്നും എടുത്തില്ലല്ലോ. എടാ നിങ്ങളിവിടെ കിടന്ന് അലമ്പുണ്ടാക്കുക, എന്നിട്ട് സെബാനെ പിടിച്ച് താഴോട്ട് ഇടുക. അതാണ് പുതിയ കണ്ടന്റ് ആയല്ലോ. തമാശ കളിക്കില്ല ചുമ്മാ പറഞ്ഞാ അടി ഉണ്ടാക്കല്ലേ പൊന്നു പോരെ. ഞങ്ങൾ മറ്റേ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ കൂടെ ബൈക്ക് കയറ്റി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കയറ്റി കഴിഞ്ഞാൽ തെറിയാക്കുന്നത്. ആ അവിടുത്തെ ലോക്കൽസ് കയറ്റണ്ടോ? ഇപ്പോഴും കയറ്റുണ്ട്. എന്തായാലും ഏരിയ കൊള്ളാം. പക്ഷെ എൻ്റെ മോനെ ഇത് കിടിലം വ്യൂ, ഒന്നും പറയാനില്ല. പൊളി വ്യൂടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് നേരെ വീട്ടിലേക്കല്ല, ഓൺ ദ വേയിൽ വേറൊരു തൂക്കുപാലം കൂടി ഉണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കാൻ പാകത്തിന് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് അതിന് വീട്ടിലോട്ട് പോകണുള്ളൂ. ഒടുക്കത്തെ ചൂടാണ്. എൻ്റെ കഥപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പാലത്തേക്കടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും ടയർഡായി. അയ്യോ, അവർ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ തുടങ്ങണോ? ഒന്നുമില്ല